ഫ്രണ്ട്സ് ഡൈഷാണ്. നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടിയുടെ ബമ്പർ ചെറുതായിട്ടൊന്നും തട്ടി, പെയിന്റ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, കുറച്ചൊന്നും ഉള്ളിൽ പോയി. അപ്പൊ അത് എങ്ങനെ പുറത്തെടുക്കാം എന്നുള്ള ഇത് തേടിയോണ്ട് രാവിലെ ഇറങ്ങിയതാണ്. ചൂടാക്കി എടുക്കുന്ന പരിപാടി ഉണ്ട്, നമ്മൾ യൂട്യൂബിലൊക്കെ കാണാം, ചൂടുവെള്ളം ഒഴിച്ചിട്ടൊക്കെ. അപ്പൊ ഏതായാലും ഞങ്ങള് ഒരു പാച്ച് വർക്കറെ അന്വേഷിച്ചിട്ട് ഇറങ്ങിയതാണ്. ആളുടെ അടുത്തുനിന്ന് വലിയ പെയിന്റ് ഡാമേജ് ഇല്ലാതെ എങ്ങനെ അതൊന്ന് പുറത്തെടുക്കാം എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കാണിക്കാൻ പോകുന്നത്. പോയി നോക്കാം നമുക്ക്. സ്വാഗതമാടിൻ്റെ അടുത്ത് രാജേട്ടൻ എന്ന് പറയുന്ന ഒരാൾ ഷോപ്പുണ്ടെന്ന് പറഞ്ഞു. ഒരു പെയിൻ്ററാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ എത്തി. എങ്ങനെയാണ് വർക്ക് കാര്യങ്ങളൊന്ന് നമുക്ക് നോക്കാം. ഒരുപാട് വീഡിയോ യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിലും നമ്മളത് സ്വന്തം വണ്ടിയിൽ ചെയ്ത് നോക്കാം. പുതിയ വണ്ടിയാണ്, ചെയ്ത് നോക്കാൻ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം. ഇനി വലിയൊരു ഡാമേജോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നമുക്ക് ഒരു ബമ്പർ മാറ്റുന്നതിലേക്കും പെയിൻറ്റിങ്ങിലേക്കും ഒക്കെ പോകാം. പക്ഷേ ഇത് ഒരു ചെറിയ ഇതാണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അത് ഏതായാലും അദ്ദേഹം ആദ്യം വണ്ടി ഒന്ന് പൊക്കാനുള്ള പരിപാടിയാണ്. ഫ്രണ്ടിൽ ടയറൊന്ന് സൈഡിലേക്ക് തിരിച്ചു വെച്ചിട്ട് വണ്ടി ഫ്രണ്ട് അല്പം ഒന്ന് പൊക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഉള്ളിലേക്ക് പോയ ഭാഗം. പെയിൻറ്റ് പോകാത്ത രീതിയിൽ എടുത്തു തരണമെന്ന് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് വേണ്ടത് ആ ഫ്രണ്ടിലെ ബമ്പർ ഒന്ന് ഊരണം. ഊരി ഒന്ന് പുറത്തെടുത്തതിന് ശേഷം പുറത്തേക്ക് തള്ളാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ബമ്പറിൻ്റെ ഒരു ഭാഗം ഊരിയെടുക്കുകയാണ്. ബമ്പർ ആ ഫ്രണ്ടിൽ ഊരി വെച്ചതിന് ശേഷം ഹീറ്റിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ഓയിലിൻ്റെ ഒരു ക്യാനാണ്. ഞാൻ വിചാരിച്ചു ഓയിലാണെന്ന്, പക്ഷേ പച്ചവെള്ളമാണ്. അതിൽ വേറെ കെമിക്കലൊന്നുമില്ല. ഇത് വെച്ചിട്ടാണ് കേട്ടോ ചൂടാക്കുന്നത്. ഇത് നേരെയൊക്കെ ആണെങ്കിൽ ഉരുകി സാധനം രണ്ട് ഇതായിട്ട് പോകും. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാണ്. ഫ്ലെയിം അല്ലാതെ ജസ്റ്റ് ഈ ഒരു ഹീറ്റാണ് ഇപ്പോൾ അതിന് കൊടുക്കുന്നത്. അതിൻ്റെ അടുത്തേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. ചെറിയൊരു ഹീറ്റ് കുറച്ച് ദൂരത്തുനിന്ന് ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ. ആ ഒരു വണ്ടിയുടെ അടുത്തേക്കോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകുന്നില്ല. ചൂടായോ നോക്കുകയാണ്. കുറച്ചൊന്ന് ചൂടായതിന് ശേഷം ഉള്ളിൽ നിന്ന് തള്ളാനുള്ള ഒരു പ്ലാനാണ്. യെസ്, ഇപ്പോൾ ആ വലിയൊരു ഒരു ഉള്ളിലേക്ക് പോയ ഭാഗം നമ്മളിപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് രണ്ട് സൈഡിലും ഇപ്പോഴും ചെറിയൊരു കുഴിയായിട്ട് കാണുന്നുണ്ട്. ചെയ്യാൻ പറ്റുമോ നോക്കാം. മുന്നത്തെ പോലെ തന്നെ ഹീറ്റ് പിന്നെയും ചെയ്തതിന് ശേഷം ചെറുതായിട്ട് പുറത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. ഏതായാലും ഈ നമ്മുടെ ഒരു ഡെൻറ്റോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യം പുട്ടിയിട്ടതിന് ശേഷം അടിക്കുകയാണ്. ഇതിപ്പോൾ ചെറിയൊരു ലെവലിങ് ഈ ഒരു ഇതിൽ കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് അറിയാത്ത രീതിയിലുള്ള ഒരു ഡെൻ്റാണെങ്കിൽ നമുക്ക് ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാം. ഏതായാലും ഇത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു പോളിഷിങ് കൂടെ ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഇത് അറിയാൻ പറ്റുമെന്ന് തോന്നില്ല. ഇപ്പോൾ മിക്കവാറും ആ ഒരു കുഴിയൊക്കെ ഇപ്പോൾ പുറത്തേക്ക് എടുത്തു. എന്നാലും ചെറുതായിട്ടൊന്ന് ബാക്കിയുണ്ട് അതിൽ. അപ്പോൾ ചെറിയൊരു ഭാഗം ഇനിയിപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ പെയിൻറ്റ് കയ്യിൽ പോരുന്നതാണ്, പെയിൻറ്റും കൂടെ പോരുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ഏതായാലും ഇപ്പോൾ പെയിൻറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനില്ല, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചെന്ന് മാത്രം. ഇനി പഴയ പോലെ തന്നെ നമ്മുടെ ബമ്പർ അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവാം. വലിയ കുഴപ്പമില്ല കേട്ടോ. ആ ഒരു ഉള്ളിലേക്ക് പോയ ഭാഗം മിക്കവാറും പുറത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം ഇവിടെ. പക്ഷേ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഒരു കുഴിയുണ്ട്. പക്ഷേ ഓക്കെയാണ്, ഹാപ്പി.
ഏതായാലും ഇനി വലിയൊരു ഡാമേജൊക്കെ ആണെങ്കിൽ നമുക്ക് ബമ്പർ പെയിൻറ്റിങ്ങോ മാറ്റലോ ഒക്കെ കാര്യങ്ങളിലേക്ക് പോകാം. പക്ഷേ ഇത് ഇപ്പോൾ വലിയൊരു വൃത്തികേടില്ലാത്ത രീതിയിൽ ശരിയായി കഴിഞ്ഞു. അപ്പോൾ തൽക്കാലമുള്ള ഒരു ഡെൻറ്റ് നമ്മൾ ഒരു 100 രൂപയ്ക്ക് റെഡിയാക്കിയതാണ് ഇപ്പോൾ കണ്ടത്. ഇതിൽ നല്ല വേറെ നല്ല മെത്തേഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതാം. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. ഇത് ജസ്റ്റ് ഇന്നത്തെ ഒരു ദിവസത്തെ ചെറിയൊരു വർക്ക്. ബൈ.